ആ കാണുന്നത് ഒരു സിമെൻറ്റ് ഫാക്ടറിയാണ്. നമ്മൾ ചെറിയൊരു ടൗണിലേക്കാണ് എത്തിപ്പെട്ടിട്ടുള്ളത്. ഈ ടൗണിലൂടെ നമ്മൾ ബെലൂം കേവ് എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബെലൂം കേവ് എന്നറിയപ്പെടുന്ന ഒരു കേവ്, ഭൂമിക്കടിയിലെ ഗുഹ, കിലോമീറ്റർ കണക്കിനുണ്ട് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഏകദേശം 3 കിലോമീറ്ററോളം വരും. പല ഭാഗങ്ങളിലായിട്ട് പല ദിശയിലേക്കായിട്ട് ഒരു നിഗൂഢത നിറഞ്ഞൊരു ഗുഹയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ കാണുന്ന കാഴ്ചയാണ്. ഈ ഒരു ടൗണിനെയും ആ ഒരു ഫാക്ടറിയെയും കമ്പാരിസൺ ചെയ്യുമ്പോൾ എത്രയോ പഴമയിലുള്ള ഒരു ടൗണായിട്ടാണ് ഈ ഒരു ടൗണിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫാക്ടറി ആണെങ്കിലോ ഒരുപാട് അപ്ഡേറ്റ് ആയിട്ടുണ്ട്, വരും കാലങ്ങളിലേക്കും കൂടി അപ്ഡേറ്റ് ആയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും വലിയൊരു ഫാക്ടറിയാണ് ആ കാണുന്നത്. ഇവിടെ ഒരു പുതിയ ട്രാക്ടർ ഇങ്ങനെ പോകുന്നുണ്ട്. എന്തോ ഒരു അമ്പലത്തിലെ വിശേഷങ്ങൾക്ക് വേണ്ടിയിട്ട് പോവുകയാണെന്ന് തോന്നുന്നുണ്ട്. ട്രാക്ടറിൻ്റെ ബാക്കിലുള്ള കൊട്ടയിലെല്ലാം തന്നെ ഒരുപാട് ആൾക്കാരിങ്ങനെ ഇരുന്ന് പോകുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്കൊന്നും സങ്കല്പിക്കാൻ കഴിയില്ല അങ്ങനെ ഇരുന്ന് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ നമ്മളെ മൈൻഡിലേക്ക് വരികയാണ്. പിന്നീട് നമ്മൾ അതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ളൊരു ചായ കുടിക്കുന്ന ഒരു ഷോപ്പ് കിട്ടി. അപ്പോൾ ആ ഒരു കടയിൽ പോയിട്ടൊരു അമ്മച്ചി ഉണ്ടായിരുന്നു. ആ കടയിൽ നിന്നൊരു ചായ കുടിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചുറ്റുപാട് നോക്കി കാണുമ്പോൾ ഇതുപോലത്തെ കടകളെല്ലാം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. മലനിരകളാണ് ഈ ഒരു പ്രദേശത്തിൻ്റെ ഒരു ഭംഗി ഉണ്ടാക്കിയെടുക്കുന്നത്. എല്ലാം തന്നെ മാന്തി തുടങ്ങിയിട്ടുണ്ട്. കറുപ്പ് കളർന്ന ഒരു മണ്ണായിട്ടാണ് ഈ ഒരു മണ്ണിനെല്ലാം കാണാൻ സാധിക്കുന്നത്. ഇപ്പുറത്തേക്ക് നോക്കുമ്പോൾ ആട്ടിൻകുട്ടികളെ കൊണ്ടുപോകുന്ന ഇതുപോലത്തെ വണ്ടികൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഏതോ ഒരു ചന്തയിൽ നിന്ന് വരുന്ന കാഴ്ചയാണ് എന്ന് തോന്നുന്നുണ്ട്. 2 സ്റ്റെപ്പായിട്ടാണ് ഇതുപോലെ ആടിനെ നിർത്താൻ വേണ്ടിയിട്ട് ആ വണ്ടിയിൽ ക്രമീകരിച്ചിട്ടുള്ളത്. ആട്ടിൻകൂട്ടത്തിനിടയിൽ ഒരു ആളിങ്ങനെ തലപ്പാവെല്ലാം ധരിച്ചിട്ട് ഇരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ ഇതുപോലെ ഈ ഒരു കൊട്ടയിൽ ഇരുന്ന് പോകുന്നത് കാണാൻ സാധിക്കാറുണ്ട്. ഇതുപോലെ 2 സ്റ്റെപ്പൊക്കെ ആയിട്ട് ഈ ഒരു വണ്ടിയിൽ വരുന്നതായിരിക്കാം. ആളുകളും ഇതുപോലെ വരുന്നതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര കൗതുകമാണ് തോന്നാറ്. പിന്നീട് നമ്മൾ ബാക്ക് ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇതുപോലെ വേറൊരു വണ്ടി കാണാൻ സാധിക്കുന്നുണ്ട്. ആ കാരിയറിലായിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ട്. പിന്നീട് ഈ കടയിൽ നിന്ന് ചായ കുടിച്ചതിന് ശേഷം അവരെല്ലാം തന്നെ വണ്ടി എടുത്ത് പോകുന്ന ഒരു കാഴ്ച, അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്ര പേരാണ് ആ ഒരു ആടിനെ പരിപാലിക്കാനായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളത് ഇങ്ങനെ നോക്കി കാണേണ്ട കാഴ്ച തന്നെയാണ്. പിന്നീട് നമ്മൾ ഈ ഒരു ചായക്കടയുടെ ഉൾഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ ഫുഡ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ച്. അപ്പോൾ പിന്നെ ഞാനൊരു ചപ്പാത്തിയും കറിയും പറഞ്ഞിട്ടുണ്ട്. ഏകദേശം ഒരു വീടിനെ മാതൃകയാക്കിയിട്ടുള്ള ഒരു കട. എല്ലാ സാധനങ്ങളും ഇവിടെ ഇങ്ങനെ പരത്തിയിട്ടിട്ടുണ്ട്. കൂടുതലും കടയിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കാറ്. ഒരു വീടാണെങ്കിലും വീടിൻ്റെ തൊട്ട് മുന്നിൽ ചെറിയ ചെറിയ കടകൾ, അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ 2 രൂപ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇവർ ചെയ്യുന്നതൊക്കെ ആയിട്ട് നമ്മൾ കാണാറുണ്ട്. നമ്മളങ്ങനെ ഈ ഒരു ടേബിളിൽ ഇരുന്ന് പിന്നീട് ചപ്പാത്തിയാണ് ഓർഡർ ആക്കിയതെങ്കിലും പൊറോട്ടയാണ് നമുക്ക് കൊണ്ടുവന്ന് തന്നത്. അതിനെ വല്ലാതെ കണ്ട് ചിരിപ്പിച്ച് കളഞ്ഞു. കാരണം നമ്മൾ ചപ്പാത്തിയാണല്ലോ ഓർഡർ ആക്കിയത്, ചപ്പാത്തി എന്ന് പ്രത്യേകം പറയുകയുണ്ടായിട്ടുണ്ട്. പക്ഷേ പിന്നീട് ഈ ഒരു പൊറോട്ട കിട്ടിയപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് പൊറോട്ട കഴിക്കുന്നത് അല്ലെങ്കിൽ കാണുന്നത്. നമ്മളെ കേരളത്തിലേത് എന്ന പൊതുപോലുള്ള വലിയ പൊറോട്ട തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. പിന്നെ ഈ ഒരു ചേച്ചിയോട് അല്ലെങ്കിൽ ഈ ഒരു അമ്മച്ചിയോട് കുറച്ച് കുശലങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ ഒരു ചേച്ചിയോട് തമാശകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവരിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരു ഭയങ്കര ഫ്രണ്ട്ഷിപ്പായിട്ടുള്ള ഒരു രീതിയാണ് നമുക്ക് ഇവിടെ നിന്ന് നേടാൻ കഴിഞ്ഞത്. പിന്നീട് ഇവർ എന്നോട് ചോദിക്കണം എന്താണ് എങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാനിങ്ങനെ ട്രാവൽ ചെയ്യുന്ന ആളുകൾ ആണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ തന്നെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. പിന്നീട് ഞാൻ ഇതിൻ്റെ കൂടെ ഒരു സ്പെഷ്യലായിട്ട് ചിക്കൻ കറി ഓർഡർ ആക്കി. ഇതിൻ്റെയൊക്കെ ഒരു രുചി മനസ്സിലാക്കുക എന്നുള്ളതാണ് മെയിൻ ഉദ്ദേശം. ആദ്യം തന്നിരുന്ന കറി പറ്റ ലൂസായിട്ടുള്ളതാണ് എങ്കിൽ കൂടി ആ കറി എനിക്ക് ഈ ഒരു സ്പെഷ്യൽ എടുത്തോടുകൂടി അവർ മാറ്റി തന്നു. പിന്നീട് നല്ല കട്ടിയുള്ള കറി തന്നു എന്നുള്ളതാണ്.